നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ ചുട്ടെരിച്ച കേരളത്തെ ഞെട്ടിച്ച സംഭവം. 2017 നടന്ന ഈ ദാരുണ സംഭവത്തിന് ശേഷം 8 വർഷങ്ങൾക്കൊടുവിലാണ് കേസിൽ തീർപ്പ് വരുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന അന്ധവിശ്വാസത്തിന്റെ മറവിൽ നടന്ന കൊലപാതകങ്ങൾ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു. പ്രതി കേതൽ ജിൻസൺ രാജിന്റെ മനസ്സിൽ അച്ഛനോടും കുടുംബാംഗങ്ങളോടുമുള്ള അടങ്ങാത്ത വൈരാഗ്യമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. മാനസിക വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കേതലിന് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കേസ് വിചാരണയിലേക്ക് കടന്നത്. നന്ദൻകോട് നടന്ന ഈ ദാരുണ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഡോക്ടർ ജീൻ പത്മ, അവരുടെ ഭർത്താവും റിട്ടയർഡ് പ്രൊഫസറുമായ രാജാ തങ്കം, അവരുടെ മകൾ കരോളിൻ, ഡോക്ടറുടെ ബന്ധുവായ ലളിത എന്നിവരാണ്. ഒരു മകന്റെ മനസ്സിൽ വളർന്ന വൈരാഗ്യം ദീർഘകാല ആസൂത്രണത്തിനൊടുവിൽ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതിലേക്ക് നയിച്ചു. 2017 ഏപ്രിൽ 5-നാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ ആരംഭിച്ചത്. കേതൽ തന്റെ മാതാപിതാക്കളായ ജീൻ പത്മയെയും രാജാ തങ്കത്തെയും മകൾ കരോളിനെയും വീടിന്റെ 2ാം നിലയിലേക്ക് വിളിച്ചു വരുത്തി. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് കാണിക്കണമെന്നും പറഞ്ഞാണ് അവരെ ആ സ്ഥലത്തേക്ക് എത്തിച്ചത്. കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം പിന്നിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിയ മഴു ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ താമസിച്ചിരുന്ന ബന്ധുവായ ലളിതയും കേതലിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഏപ്രിൽ 8-ന് രാത്രി വീടിന്റെ 2ാം നിലയിൽ നിന്ന് തീജ്വാലകൾ ഉയർന്നപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന മൃതദേഹങ്ങൾ ചുട്ടെരിച്ച ശേഷം കേതൽ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കേതലിന്റെ മേൽ വീഴുമെന്ന് പോലീസിന് ഉടനടി മനസ്സിലായി. താനും കൊല്ലപ്പെട്ടുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കേതൽ ഒരു ഡമ്മി ഉപയോഗിച്ചിരുന്നു. എന്നാൽ കേതലിനെ സംഭവസ്ഥലത്ത് കാണാതിരുന്നതും ഡമ്മിയുടെ സാന്നിധ്യവും പോലീസിന്റെ സംശയം ഉറപ്പിച്ചു. അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട കേതലിനെ 3 ദിവസത്തിനു ശേഷം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. പിടിയിലാകുമ്പോൾ കേതലിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. വീടിന് തീയിട്ടപ്പോൾ പരിക്കേറ്റതാണെന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ എനിക്ക് ആത്മാക്കൾ ആകാശത്തേക്ക് പോകുന്നത് കാണണമായിരുന്നുവെന്ന് ചിരിച്ചുകൊണ്ട് കേതൽ മറുപടി നൽകി. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്ക് പോലീസിന് ആദ്യം അപരിചിതമായിരുന്നു. മാനസികാരോഗ്യ വിദഗ്ധരുമായുള്ള ചർച്ചകളിലൂടെയാണ് കൊലപാതകത്തിന്റെ പിന്നിലെ കാരണം വ്യക്തമായത്. കേതൽ ജിൻസൺ രാജിന്റെ മാതാപിതാക്കളായ ഡോക്ടർ ജീൻ പത്മയും രാജാ തങ്കവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. മകനും അവരുടെ നിലവാരത്തിൽ എത്തണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ പഠനത്തിൽ അത്ര മിടുക്കനല്ലാതിരുന്ന കേതലിനെ മാതാപിതാക്കൾ 2 തവണ വിദേശത്ത് പഠനത്തിനായി അയച്ചു. ആദ്യം MBBS പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചെങ്കിലും പഠനം പൂർത്തിയാക്കാതെ അവൻ മടങ്ങി. പിന്നീട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ താല്പര്യം കണ്ടെത്തിയ കേതലിനെ ഓസ്ട്രേലിയയിലേക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിന് അയച്ചു. എന്നാൽ അവിടെയും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൻ തിരിച്ചെത്തി. നാട്ടിലെത്തിയ ശേഷം കേതൽ മിക്കപ്പോഴും മുറിക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അധികം ആരോടും സംസാരിക്കാത്ത ഒറ്റപ്പെട്ട ജീവിതം അവൻ നയിച്ചു. കമ്പ്യൂട്ടർ ഗെയിമുകൾ നിർമ്മിക്കുന്നതിൽ മിടുക്കനായിരുന്നെങ്കിലും അവയിൽ രക്തവും കൊലപാതകവും നിറഞ്ഞിരുന്നു. അച്ഛൻ രാജാ തങ്കം പഠനം പൂർത്തിയാക്കാത്തതിന്റെ പേര് പറഞ്ഞ് കേതലിനെ നിരന്തരം വഴക്കു പറഞ്ഞിരുന്നു. ഇതാണ് അവന്റെ മനസ്സിൽ വൈരാഗ്യം വളർത്തിയത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് ഒരുതരം അന്ധവിശ്വാസമാണ്. ഇതിനെ ഒടിവിദ്യയോ ബ്ലാക്ക് മാജിക് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ശരീരം ഒരിടത്ത് നിൽക്കുമ്പോൾ ആത്മാവ് മറ്റൊരു ലോകത്ത് സഞ്ചരിക്കുന്നുവെന്നാണ് ഈ വിശ്വാസം. ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ ആകൃഷ്ടരാകുന്നവർ ഉണ്ടെന്നത് ശാസ്ത്രലോകത്തിന് അത്ഭുതമാണ്. കേതൽ ഈ അന്ധവിശ്വാസത്തിന്റെ ഇരയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി മറ്റൊരു ലോകത്തേക്ക് അയക്കാനുള്ള ഒരു പരീക്ഷണമായാണ് അവൻ ഈ കൊലപാതകങ്ങൾ നടത്തിയത്. ആസ്ട്രൽ പ്രൊജക്ഷൻ പഠിപ്പിക്കുന്ന വെബ്സൈറ്റുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മധ്യകാല താന്ത്രികാചാരങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസങ്ങൾ പണം സമ്പാദിക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്താനും ചിലർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചരിത്രം തെളിയിക്കുന്നു. കേതലിന്റെ കൊലപാതകം യാദൃശ്ചികമായിരുന്നില്ല. അത് ദീർഘനാളത്തെ ആസൂത്രണത്തിന്റെ ഫലമായിരുന്നു. കൊലപാതകത്തിന് മുൻപ് അവൻ ഗൂഗിളിൽ വിവിധ കൂട്ടക്കൊലകളെക്കുറിച്ച് സെർച്ച് ചെയ്തിരുന്നു. മഴു, പെട്രോൾ, പോളിത്തീൻ കവർ, തറ കഴുകാനുള്ള ലായനി എന്നിവ ഓൺലൈൻ വഴി വാങ്ങി. കൊലപാതകം നടത്തിയ ശേഷം ബന്ധുക്കളുടെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകുകയും വീട്ടുജോലിക്കാരെ കുടുംബം വിനോദയാത്രയ്ക്ക് പോയി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കേതലിന്റെ ബുദ്ധിപരമായ പെരുമാറ്റവും ആസൂത്രണവും അവന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് തെളിയിക്കുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു. അഭിഭാഷകരോട് കൃത്യമായി കേസിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുകയും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് വക്കാലത്ത് നൽകുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ ഹാജരായി.
കേതലിന്റെ മാനസിക നില സംബന്ധിച്ച് ഡോക്ടർമാരുടെ സംഘം നടത്തിയ പരിശോധനയിൽ അവന് യാതൊരു മാനസിക രോഗവുമില്ലെന്ന് വ്യക്തമായി. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാദം കുറ്റം തെളിയിക്കപ്പെടാതിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കേതലിന്റെ അച്ഛനോടുള്ള വൈരാഗ്യം, കുടുംബത്തിന്റെ തുടർച്ചയായ വിമർശനങ്ങൾ, പഠനത്തിലെ പരാജയങ്ങൾ എന്നിവയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ പ്രചോദനമെന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചു. നന്ദൻകോട് കൂട്ടക്കൊല കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകമാനം ചർച്ചയായി. ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്നും ചിലരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഈ സംഭവം വ്യക്തമാക്കി. കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പോഴും ബ്ലാക്ക് മാജിക്, ഒടിവിദ്യ തുടങ്ങിയ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഈ സംഭവത്തോടൊപ്പം ചർച്ചയായി. വിദ്യാഭ്യാസവും ശാസ്ത്രീയ ചിന്തയും വളർന്നിട്ടും മാനസിക ദൗർബല്യമുള്ളവരെ വഴിതെറ്റിക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ഈ കേസ് ഓർമ്മിപ്പിക്കുന്നു.